BJP ഏറ്റവും വെറുക്കുന്ന ഒരു കുടുംബം അത് നെഹ്റു ഗാന്ധി കുടുംബമാണ്. ഒരു വ്യക്തിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധിയോട് വെറുപ്പ് മാത്രമല്ല, നല്ല പേടിയുമുണ്ട്. BJPയുടെ ഒരു മണ്ഡലം പ്രസിഡന്റ് ആണെങ്കിൽ, അതായത് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ആണെങ്കിൽ പോലും രാഹുൽ ഗാന്ധിയുടെ പേര് കേട്ടാൽ ഒരുതരം വിറയല. 4 പള്ളു പറയാൻ ഒരു അവസരം കിട്ടിയാൽ അത് ഉപയോഗിക്കുകയും ചെയ്യും. എന്നാൽ 4 വോട്ട് കിട്ടാൻ അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ പറ്റിയ ഒരു കേസാണെങ്കിൽ, രാഹുൽ ഗാന്ധി പറയുന്ന കാര്യമാണെങ്കിലും BJP അത് നടപ്പാക്കും. നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയെ സംബന്ധിച്ച് വളരെ ഗൗരവതരമായ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ പോലും അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് BJP സമയം കണ്ടെത്തും. അങ്ങനെയാണ് പഹൽഗാമിന് നമ്മൾ എന്തും മറുപടിയാണ് കൊടുക്കുക എന്നത് സംബന്ധിച്ച് രാജ്യം വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സമയത്ത് കേന്ദ്ര സർക്കാരിന്റെ മന്ത്രിസഭയുടെ രാഷ്ട്രീയ കാര്യങ്ങൾക്കായുള്ള ക്യാബിനറ്റ് കമ്മിറ്റി ചേർന്ന് രാജ്യത്ത് ജാതി തിരിച്ചുള്ള ജാതി സെൻസസ് നടപ്പാക്കാൻ തീരുമാനിച്ചത്. BJPയും RSSും ഇതുവരെ, അതായത് ഈ തീരുമാനമെടുക്കുന്നതിന് 5 നിമിഷം മുമ്പ് വരെ ജാതി സെൻസസിനെ കടുത്ത ഭാഷയിൽ എതിർക്കുകയായിരുന്നു, അതിശക്തമായിട്ട് എതിർക്കുകയായിരുന്നു. അതേസമയം കോൺഗ്രസ് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി, ഇന്ത്യ സഖ്യം കുറേ കാലമായിട്ട് ജാതി സെൻസസിന് വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. 2024 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെയും ഇന്ത്യ സഖ്യത്തിന്റെയും പ്രധാന പ്രചാരണ ആയുധം അല്ലെങ്കിൽ പ്രചാരണ വിഷയം ജാതി സെൻസസ് വേണം എന്നുള്ളതായിരുന്നു. രാഹുൽ ഗാന്ധി നിരവധി യോഗങ്ങളിൽ പ്രസംഗിച്ചു. അവിടെ എല്ലാം അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരികയാണെങ്കിൽ ജാതി സെൻസസ് നടത്തും എന്നാണ്. വ്യത്യസ്തമായ ജാതി വിഭാഗങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചുള്ള വളരെ കൃത്യമായ കണക്ക്, ഡേറ്റാസ് ലഭിക്കുകയാണെങ്കിൽ അവർക്ക് കൂടുതൽ ഫലപ്രദമായ രീതിയിൽ സാമൂഹിക നീതി ഉറപ്പാക്കാൻ ഇത്തരത്തിലുള്ള ഒരു സെൻസസിന് സാധിക്കുമെന്നായിരുന്നു കോൺഗ്രസിന്റെയും രാഹുൽ ഗാന്ധിയുടെയും ഇന്ത്യ സഖ്യത്തിന്റെ നിലപാട്. അങ്ങനെയാണെങ്കിൽ കൂടുതൽ വിവേചനം അനുഭവിക്കുന്ന ജാതി വിഭാഗങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ അല്ലെങ്കിൽ അവരെ കൂടുതലായിട്ട് ടാർഗറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വിഭവങ്ങളുടെ വിതരണം അല്ലെങ്കിൽ വീതം വെപ്പ്, അതിൽ കൂടുതൽ നീതിയുക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും. അതായിരുന്നു കോൺഗ്രസിന്റെയും പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യ സഖ്യത്തിന്റെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തും അതിനുശേഷവും അവരെടുത്തിരുന്ന ഒരു നിലപാട്. രാഹുൽ ഗാന്ധി അതിനുശേഷം പാർലമെന്റിൽ നിരവധി തവണ ജാതി സെൻസസിന് വേണ്ടി വാദിച്ചതാണ്. അതുപോലെ പാർലമെന്റിന് പുറത്തുള്ള വേദികളിൽ അവിടെയും അദ്ദേഹം ഈ ആവശ്യം മുന്നോട്ട് വെച്ചതാണ്. അതേസമയം BJP ആവട്ടെ, RSS ആവട്ടെ, ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള സെൻസസ് രാജ്യത്തെ, ഇവിടുത്തെ ജനങ്ങളെ വിഭജിക്കും എന്നുള്ള ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. പക്ഷെ ബീഹാറിലെ തെരഞ്ഞെടുപ്പെടുത്തപ്പോൾ ഇനി 6 മാസമുള്ള അവിടെ തെരഞ്ഞെടുപ്പ് നടക്കാൻ, അപ്പൊ BJP മറിച്ച് ഒന്ന് ചിന്തിക്കാൻ തുടങ്ങി. ജാതി സെൻസസിന് സമ്മതിക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ അതിനെ വീണ്ടും എതിർക്കുകയാണെങ്കിൽ ബീഹാറിലെ തെരഞ്ഞെടുപ്പിൽ ശക്തമായ അടി കിട്ടുമെന്ന് BJPക്ക് മനസ്സിലായി. അതോടെയാണ് പറഞ്ഞതെല്ലാം ഒരു തുള്ളി വെള്ളം പോലും കൂട്ടാതെ വിഴുങ്ങുവാൻ BJP തീരുമാനിച്ചത്. മനോഹരമായിട്ട് അവര് മലക്കം പറഞ്ഞു. യാതൊരു നാണവും കൂടാതെ രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യം നടപ്പാക്കുന്നതിന് അവർ തയ്യാറായി, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് വഴങ്ങി. ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ മസിൽ പിടിച്ച കാര്യങ്ങള് ഒടുവിൽ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ചെയ്യേണ്ടി വരുമ്പോഴേ അത് മോദിക്കാണെങ്കിൽ ഒരു അല്പം ചമ്മലുണ്ടാക്കും. ഈ ക്യാബിനറ്റ് കമ്മിറ്റിയുടെ തീരുമാനം മാധ്യമപ്രവർത്തകരോട് വിശദീകരിക്കാൻ കേന്ദ്രമന്ത്രി അശ്വനി വൈഷ്ണവാണ് വന്നത്. മാധ്യമപ്രവർത്തകർ വിചാരിച്ചത് പഹൽഗാമിന് ശേഷം എന്ത്, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഇന്ത്യയുടെ അടുത്ത നടപടി, പാകിസ്ഥാനോട് എങ്ങനെയായിരിക്കും ഇന്ത്യ മറുപടി പറയാൻ പോകുന്നത്, ഇത് സംബന്ധിച്ച ഒരു തീരുമാനമായിരിക്കാം ഈ ക്യാബിനറ്റ് സമിതിയിൽ ഉണ്ടായത്. അതിനെക്കുറിച്ച് വിശദീകരിക്കാനാണ് മന്ത്രി വരുന്നത് എന്നാണ് മാധ്യമപ്രവർത്തകര് വിചാരിച്ചത്. അതിനൊരു കാരണമുണ്ട്. പുൽവാമയില് ഇതുപോലെ ആക്രമണം ഉണ്ടായപ്പോൾ ബാലാക്കോട്ടിലേക്ക് നമ്മളൊരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തി. അത് നടത്തുന്നതിന് മുമ്പ് കേന്ദ്ര മന്ത്രിസഭയുടെ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി, ക്യാബിനറ്റ് കമ്മിറ്റി ചേർന്നിരുന്നു. അതിനുശേഷമാണ് ഈ ആക്രമണം അല്ലെങ്കിൽ ബാലാക്കോട്ട് സർജിക്കൽ സ്ട്രൈക്ക് ഉണ്ടായത്. അതുപോലെ എന്തെങ്കിലും തീരുമാനം ഉണ്ടായിട്ടുണ്ടാവാമെന്ന് കരുതിയാണ് മാധ്യമപ്രവർത്തകർ എത്തിയത്. പക്ഷെ അത് സംബന്ധിച്ച ചോദ്യങ്ങൾക്ക്, പഹൽഗാം സംബന്ധിച്ച് ഒരു ചോദ്യത്തിനും മറുപടി പറയാൻ മന്ത്രി അശ്വിനി വൈഷ്ണവ് തയ്യാറായില്ല. മറ്റു ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവസാനം മാധ്യമപ്രവർത്തകർക്ക് തീരുന്നതിന് മുമ്പ്, പത്രസമ്മേളനം തീരുന്നതിന് മുമ്പ് നന്ദി പറയുക എന്നൊരു
ഏർപ്പാടുണ്ടല്ലോ. അങ്ങനെ മാധ്യമപ്രവർത്തകർക്ക് നന്ദി പറഞ്ഞ് കഴിഞ്ഞതിന് ശേഷം പോക്കറ്റിൽ നിന്നൊരു കടലാസ് എടുത്തിട്ട് ജാതി സെൻസസ് നടപ്പാക്കാൻ യോഗം തീരുമാനിച്ച വിവരം അവരോട് പറയുക ചെയ്തത്. എന്നിട്ട് അദ്ദേഹം അതിവേഗം സ്കൂട്ടായി. PT ഉഷ 100 മീറ്റർ ഫിനിഷ് ചെയ്യുന്ന വേഗതയിലാണ് പോയത്, ഒരു വെടിച്ചില്ല് മാതിരി. കാരണം അവിടെ കൂടുതൽ സമയം ഇരുന്നാൽ ചോദ്യങ്ങൾ ഉണ്ടാവും എന്നറിയാം, കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാവും മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്ന്. അത് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാമായിരുന്നു. ആ ചോദ്യങ്ങളുടെ എല്ലാം ഫോക്കൽ പോയിന്റ് രാഹുൽ ഗാന്ധി ആയിരിക്കുമെന്നും അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം അതിവേഗം സ്കൂട്ടായത്. 2024 തെരഞ്ഞെടുപ്പില് രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിന്റെയും ഇന്ത്യ സഖ്യത്തിന്റെയും പ്രധാന പ്രചാരണ വിഷയം അതായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ ആ തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്താണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് എന്ന് ഓർമ്മയുണ്ടോ? ഈ ജാതി സെൻസസ് വേണമെന്ന് ആവശ്യപ്പെടുന്നവർക്ക് അർബൻ നക്സലുകളുടെ മനോഭാവമാണ് ഉള്ളത് എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഈ കമ്മിറ്റിയിൽ, അതായത് മന്ത്രിസഭയുടെ രാഷ്ട്രീയകാര്യ വിഷയങ്ങൾക്കായിട്ടുള്ള ക്യാബിനറ്റ് കമ്മിറ്റിയിൽ അംഗമായ നിതിൻ ഗഡ്കരി ഈ തീരുമാനം എടുക്കുന്നതിന് തലേ ദിവസം എന്താ പറഞ്ഞത്? വസുദൈവ കുടുംബകം എന്ന RSSന്റെ ആശയത്തിന്, അല്ലെങ്കിൽ അവരെ വിശ്വസിക്കുന്ന ആശയത്തിന് ചേരുന്നതല്ല ഈ ജാതി സെൻസസ് എന്നാണ്. അതുപോലെ യോഗി ആദിത്യനാഥ് UP മുഖ്യമന്ത്രി, അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ വിഭജിക്കുന്നതിനേക്കാൾ നല്ലത് മരണമാണെന്നാണ്. അതുപോലെ മഹാരാഷ്ട്രയിലെ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അന്നത്തെ പ്രചാരണ സമയത്ത് മോദി പറഞ്ഞത് ഒന്നിച്ചു നിന്നാൽ കൊള്ളാം, നമ്മളെല്ലാവരും സേഫ് ആണെന്നാണ്. അതായത് ജാതി സെൻസസ് വേണ്ട എന്നാണ്. അത് മാത്രമല്ല 2021 ജൂലൈയിൽ അന്ന് ആഭ്യന്തര വകുപ്പ് സഹമന്ത്രി ആയിരുന്ന നിത്യാനന്ദ റായ് പാർലമെന്റിൽ പറഞ്ഞത്, ഒരു നയം എന്ന നിലയിൽ, അല്ലെങ്കിൽ സർക്കാരിന്റെ നയം എന്ന നിലയിൽ ഗവൺമെന്റ് ജാതി സെൻസസിനോട് യോജിക്കുന്നില്ല, അതിന് എതിരാണ് എന്നുള്ളതാണ്. അങ്ങനെ ഇത് പര്യന്തം, അതായത് ഈ ക്യാബിനറ്റ് കമ്മിറ്റി ചേരുന്നത് വരെ BJP, RSS, സംഘപരിവാര സംഘടനകളെല്ലാം ജാതി സെൻസസിന്റെ കാര്യത്തിൽ എടുത്തിരുന്ന നിലപാട് നോ, അത് വേണ്ട എന്നുള്ളത് തന്നെയായിരുന്നു. ഇപ്പോൾ ഇത് ബീഹാറിൽ ജയിച്ചേ പറ്റൂ. രാജ്യം ഏത് സാഹചര്യം നേരിട്ടാലും, അത് ഇന്ത്യയുടെ സുരക്ഷ സംബന്ധിച്ച വിഷയമാണെങ്കിലും BJPയുടെ പ്രധാന ലക്ഷ്യമെന്ന് പറഞ്ഞ തെരഞ്ഞെടുപ്പും വോട്ടും തെരഞ്ഞെടുപ്പിലെ വിജയവും ഒക്കെ തന്നെയാണ്. അതുകൊണ്ടാണല്ലോ പഹൽഗാമിലെ കൂട്ടക്കുരുതി നടന്നതിന്റെ ദിവസങ്ങൾക്ക്, 1-2 ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ പ്രധാനമന്ത്രി ബീഹാറിലേക്ക് പോയി അവിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ പ്രസംഗിച്ചു. അതാണ് BJPയുടെ ഒരു നിലപാട്. പുറമേക്ക് പറയുമ്പോൾ രാജ്യത്തിന് വേണ്ടി, രാജ്യത്തിന്റെ സുരക്ഷ, രാജ്യത്തിന്റെ അഭിമാനം എന്നൊക്കെ പറയും. പക്ഷെ അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പും വോട്ടും അതിലെ വിജയവും ഒക്കെ തന്നെയാണ്. ബീഹാർ ജയിച്ചേ പറ്റൂ. അവിടെ അവരുടെ കൂട്ടുകക്ഷിയ നിതീഷ് കുമാർ, അദ്ദേഹം BJPയുടെ നിലപാടിനോട് യോജിക്കില്ല. ജാതി സെൻസസ് വേണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹം തന്നെ എതിർക്കും. അവിടെ കോൺഗ്രസും RJDയും അതിനുവേണ്ടി വാദിക്കുകയാണ്. അവരതിനകം ഈ 6 മാസത്തിനു ശേഷം നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ പ്രധാന ചർച്ചാ വിഷയം ഇതായിരിക്കുമെന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. അവരെല്ലാ വേദികളിലും അത് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാകുന്നില്ലെങ്കിൽ ബീഹാർ തെരഞ്ഞെടുപ്പ് സ്വാഹയാവും എന്ന് BJPക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഈ തീരുമാനമെടുത്തത്. മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. ഈ പഹൽഗാം വിഷയം അത് രാജ്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗവൺമെന്റ് പലതരത്തിലുള്ള ഗൗരവതരമായ ആലോചനകൾ നടത്തുകയാണ്, എങ്ങനെ ഇതിനൊരു തിരിച്ചടി കൊടുക്കണം. പക്ഷെ അതേസമയം തന്നെ പഹൽഗാമിൽ ഇന്ത്യയുടെ സുരക്ഷാ ഏജൻസികൾക്കുണ്ടായ പരാജയം, വീഴ്ച, അതിപ്പോ വളരെ ഗൗരവമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്, ആളുകൾ സംസാരിക്കുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് വിഷയം ഒന്ന് മാറ്റിക്കൊണ്ട് പോകണം. ഇപ്പൊ ഈ ജാതി സെൻസസ് ഇന്ത്യയെ സംബന്ധിച്ചോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദളിതർക്കും പിന്നാക്ക സമുദായക്കാർക്കും ഒക്കെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. തെരഞ്ഞെടുപ്പിന്റെ ജയാപരാജയങ്ങളെ ഒക്കെ അത് ബാധിക്കാവുന്ന വിഷയമാണ്. അത്രയ്ക്ക് ഒരു പ്രധാനപ്പെട്ട വിഷയത്തിലൊരു തീരുമാനം വന്നാൽ പെട്ടെന്ന് ഫോക്കസ് ഒന്ന് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് പഹൽഗാമിലെ സുരക്ഷാ വീഴ്ചയിൽ നിന്ന് ചർച്ച നമുക്ക് ഈ ജാതി സെൻസസിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അതിനുവേണ്ടി എടുത്ത വളരെ സമർത്ഥമായ, ബോധപൂർവമായ, ബുദ്ധിപൂർവമായ ഒരു തീരുമാനമായിരുന്നു മന്ത്രിസഭയുടെ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി, അല്ലെങ്കിൽ ക്യാബിനറ്റ് കമ്മിറ്റി എടുത്തത്. തീരുമാനമായി കഴിഞ്ഞ സ്ഥിതിക്ക് BJPക്കാർ മുഴുവൻ അട്ടപ്പട്ടല പ്ലേറ്റ് മാറ്റി. അവരെല്ലാം പെട്ടെന്ന് ഈ ജാതി സെൻസസിന്റെ വക്താക്കളായിട്ട് മാറി. അതിലൊരാളുടെ ഒരു പ്രസ്താവന എടുത്തു പറയുകയാണെങ്കിൽ കിരൺ റിജ്ജു, അദ്ദേഹം നമ്മുടെ മുനമ്പത്ത് വന്നിട്ട് വളരെ മനോഹരമായ ഒരു പ്രസ്താവന നടത്തിയത് നമ്മൾ മറന്നിട്ടുണ്ടാവില്ല. മുനമ്പത്ത് വഖഫ് ഭേദഗതി ബില്ല് പാസ്സായി കഴിഞ്ഞാൽ
മുനമ്പത്തുകാർക്ക് അവരുടെ ഭൂമി തിരിച്ചു കിട്ടും എന്നൊക്കെ BJP-ക്കാർ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്ന സമയത്ത് അതൊന്നും കിട്ടാൻ പോകുന്നില്ലെന്നും കോടതിയിൽ പോയി വാങ്ങിക്കണമെന്നാണ് അന്ന് കിരൺ റിജ്ജു പറഞ്ഞത്. ആ കിരൺ റിജ്ജു ഇവിടെ പറഞ്ഞു, ഇത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ധീരതയുടെയും സാമൂഹിക പ്രതിബദ്ധതയുടെയും ഒരു ഉദാഹരണമാണ്. ഈ കോൺഗ്രസിനെ നോക്കൂ, കോൺഗ്രസ് ഇത്രയും കാലം ഭരിച്ചു, എന്നിട്ട് ഇതുവരെ ജാതി സെൻസസ് നടത്തിയില്ലല്ലോ. ഇപ്പൊ ഞങ്ങൾ ഭരിക്കുമ്പോഴാണല്ലോ ജാതി സെൻസസ് വേണമെന്ന് അവർ ആവശ്യപ്പെടുന്നത്. അതൊരു ഇരട്ടത്താപ്പല്ലേ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. BJP-യുടെ പല നേതാക്കളും ഈ ഒരു വാദമാണ് ഉന്നയിച്ചത്. കോൺഗ്രസ് ഇത്രയും കാലം ഭരിച്ചിട്ട് ജാതി സെൻസസ് നടത്തിയിട്ടില്ലല്ലോ. ശരിയാണ്, 1931 ഇന്ത്യയിൽ ആദ്യമായിട്ട് അവരാണ് സെൻസസ് നടത്തിയത്. അതിനുശേഷം ഇങ്ങോട്ട് പലവട്ടം ഈ സെൻസസ് നടന്നിട്ടുണ്ട്, ജനസംഖ്യ കണക്കെടുപ്പ് നടന്നിട്ടുണ്ട്. അന്നൊന്നും ജാതി അടിസ്ഥാനമായിരുന്നില്ല, ശരിയാ. പക്ഷെ കാലം മാറുന്നതനുസരിച്ച് മാറണമല്ലോ. അതാണ് കോൺഗ്രസ് ചെയ്ത്. കോൺഗ്രസ് മാറി. അവരിപ്പോൾ ആവശ്യപ്പെടുന്നു, ഇന്നത്തെ ആവശ്യം ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള സെൻസസ് നടത്തണം എന്നുള്ളതാണെന്ന് അവര് വാദിക്കുന്നു. അതിനെന്താ കുഴപ്പം? ഈ BJP സർക്കാർ, നമ്മുടെ മോദി പ്രധാനമന്ത്രിയായുള്ള സർക്കാർ, ഇത് 3ാമത്തെ സർക്കാരാണല്ലോ രാജ്യം ഭരിക്കുന്നത്. നേരത്തെ 10 കൊല്ലം ഭരിച്ചല്ലോ. അന്ന് അദ്ദേഹത്തിന്റെ ഈ ധീരതയും അതുപോലെ ഈ സാമൂഹിക പ്രതിബദ്ധതയും എവിടെ പോയി? അമേരിക്കയ്ക്ക് പോയിരിക്കുകയായിരുന്നു. അവർക്ക് നടപ്പാക്കാമായിരുന്നല്ലോ. അല്ലെങ്കിൽ നേരത്തെ മുതൽ ഇതേക്കുറിച്ചുള്ള ചർച്ചകൾ വരുമ്പോൾ മുതൽ അതിനനുകൂലമായിട്ടൊരു നിലപാടെങ്കിലും എടുക്കാമായിരുന്നല്ലോ. ഇപ്പോൾ ഏറ്റവും അവസാനം ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അതിനിത് ആവശ്യമാണെന്ന് കണ്ടപ്പോൾ യാതൊരു മടിയും കൂടാതെ കോൺഗ്രസിന്റെ ആവശ്യം, രാഹുൽ ഗാന്ധിയുടെ ആവശ്യം അത് നടപ്പാക്കാൻ തയ്യാറാകുന്നു. അതല്ലേ വാസ്തവത്തിൽ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ സംഭവിച്ചത്. എന്തായാലും രാഹുൽ ഗാന്ധി വളരെ ശക്തമായിട്ട് മുന്നോട്ട് വെച്ച ഒരു ആവശ്യത്തിന് 56 ഇഞ്ച് നെഞ്ചളവുള്ള നരേന്ദ്രമോദിയുടെ സർക്കാർ വഴങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ സ്കോർ ചെയ്ത് നിൽക്കുന്നത് രാഹുൽ ഗാന്ധിയാണ്. പക്ഷേ വളരെ ഫലസാധ്യതയുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ ആയുധം ഈ തീരുമാനത്തോടെ BJP സ്വന്തമാക്കിയിരിക്കുകയാണ്.